വ്യോമസേന ഉദ്യോഗസ്ഥൻ രഘുനാഥ് ചൈതന്യയിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. ശ്രീ രഘുനാഥ്, ഇന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ചോദിച്ചത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഒരു വിമാനം പോലും നഷ്ടമായില്ലെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഒരു വെല്ലുവിളിയാണ് പ്രധാനമന്ത്രിക്കെതിരെ ഈ രാജ്യത്തിൻ്റെ സൈനിക കരുത്തിന് നിരക്ക് രാഹുൽ ഉയർത്തിയത്. അതിനുള്ള കൃത്യമായ മറുപടി ഇന്ന് എയർ ചീഫ് മാർഷലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നത്. രാഹുൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സംവിധാനത്തെ നിർവീര്യമാക്കാൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ നേതൃത്വം സമ്മതിച്ചില്ല. പൈലറ്റുമാരുടെ കൈകൾ കെട്ടിയിടുന്ന അവസ്ഥയെത്തി. അവരെ നിരായുധീകരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തത്, കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നുള്ള വലിയ ആരോപണം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി. അതിന് വളരെ കൃത്യമായ മറുപടി ഉണ്ടായിരിക്കുകയാണ്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ്. ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എയർ ചീഫ് മാർഷൽ. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ ഈ വെളിപ്പെടുത്തലുകളെ അങ്ങ് കാണുന്നത്? സർ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അങ്ങ് പറയുന്നത് കേൾക്കുന്നില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ബേസിക്കലി ഇതിനെ ഈ വെളിപ്പെടുത്തലുകളെ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് എനിക്കത് പറ്റിക്ക് പറയാൻ പറ്റും. ഇത് എയർ മാർഷൽ AP സിംഗ് രാഹുൽ ഗാന്ധിയുടെ ചേപ്പിട്ടത്ത് കൊടുത്ത ഒരു അടിയാണെന്ന് വേണം പറയാനായിട്ട്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് അതിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹം അവർ ചെയ്ത ഓപ്പറേഷൻ എത്ര നന്നായിട്ട് ചെയ്തു, എത്ര ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് നമ്മളെ ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ, അവിടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഏതൊക്കെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, അത് എങ്ങനെ നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരാന്നറിയാം? ഇത് അറിയേണ്ടത് ഏറ്റവും താല്പര്യമുള്ളത് ചൈനയ്ക്കും പാകിസ്ഥാനും അമേരിക്കയ്ക്കോ. അമേരിക്കയുടെ എക്യുപ്മെന്റ്സ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്, ചൈനയുടെ എക്യുപ്മെന്റ്സ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ആസ് ഇറ്റ് ഈസ് പാകിസ്ഥാൻ ഈസ് ഇൻ ദ വാർ. അപ്പൊ ഇവർക്കാണ് ഇത് കൃത്യമായിട്ട് അറിയേണ്ടത്. അപ്പൊ ഇന്ത്യയുടെ വാർ സ്ട്രാറ്റജി എന്താണ്, ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, ഓരോ ഇൻസിഡന്റ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു വിശകലനം ഉണ്ടാവും. അപ്പോ ഇത് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ പാർലമെന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ച് മറുപടിയായിട്ട് കള്ളത്തരം പറയാൻ പറ്റത്തുമില്ല. നമുക്ക് സത്യസന്ധമായ മറുപടി കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ചോദ്യങ്ങളുടെ മേൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അലൻ പീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ഒരു പുസ്തകം ഞാൻ പണ്ടങ്ങ് വായിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ് എന്ന്. അതായത് ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസറിന്റെ പുറത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസറിന്റെ പുറത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ, അങ്ങനെ 5 ലെയറായിട്ട് ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏത് ക്രിട്ടിക്കൽ ഇൻഫർമേഷനും നമുക്ക് അണർത്ത് ചെയ്യാൻ പറ്റും, വെളിയിലെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വിമാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ കണക്ക് പറഞ്ഞു, എങ്ങനെ നഷ്ടപ്പെട്ടു, ഏതൊക്കെ നഷ്ടപ്പെട്ടു, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഈ പറഞ്ഞ പോലെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും, കാരണം രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ട്രെയിൻഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയം അല്ല പറയുന്നത്. നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന ചില ഫാക്ടുകൾ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഞങ്ങള് എയർഫോഴ്സിൽ ഞാനുള്ള കാലത്ത് ഞങ്ങളുടെ വർക്ക് ഏരിയയുടെ ഒരു 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ അപ്പുറത്തായിരുന്നു വല്ലപ്പോഴും MiG-25 യുദ്ധവിമാനങ്ങൾ. ഒരുപക്ഷെ സേനാപതി വേണു സാറിനൊക്കെ അറിയാമായിരിക്കും. MiG-25 ഇന്ത്യയുടെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളായിരുന്നു. ഇത് ഏകദേശം 1,00,000 അടി ഉയരത്തിൽ പറന്നിട്ട് രാത്രിയിൽ അങ്ങേറ്റം ക്ലാരിറ്റിയോടുകൂടിയുള്ള ക്യാമറ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാന്റെ മണ്ടയിലും ചൈനയുടെ മണ്ടയിലും എല്ലാം പറന്ന് കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫി എടുത്ത് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇതൊരു ഹ്യൂജ് യുദ്ധവിമാനമായിരുന്നു MiG-25 എന്ന് പറയുന്നത്. ഇത് ഒരു 50 മീറ്റർ അകലെ 100 മീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനം രാവിലെ വരും, വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കും, ആരും ഒന്നും ചെയ്യില്ല, അതിന്റെ അടുത്തേക്ക് പോലും പോയില്ല. രാത്രിയാണ് ഇവനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പോലും അതിന്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ 2 ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് മറ്റുള്ള വിമാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ യുദ്ധവിമാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഈ ടെക്നോളജി അറിയുന്ന ആൾക്കാരാണ്. എന്നിട്ട് അതിന്റെ അടുത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു. അത്രയും ടോപ്പ് സീക്രട്ട് ആണ് ഇതിനകത്ത് പല മിഷൻസും. ഞാൻ ഇവിടെ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 1984 നമ്മുടെ അന്നത്തെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിരാട്, ഇതില് രാജീവ് ഗാന്ധി സകുടുംബം സോണിയാഗാന്ധിനെ ഈ 2 മക്കളെയും കൂട്ടിയിട്ട് കുറച്ച് ഇറ്റാലിയൻ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് INS വിക്രം അതിൽ 10 ദിവസം ലക്ഷദ്വീപിൽ ചുറ്റിക്കറങ്ങി നടന്നു.
ഞാൻ ഈ പറയുന്നത് INS വിക്രാന്ത് എന്ന് പറഞ്ഞാൽ, അല്ല INS വിരാട് എന്ന് പറഞ്ഞാൽ വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ഇതുപോലെ തന്നെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. അതില് വിദേശികളെ പോലും കൊണ്ട് 10 ദിവസം കറങ്ങി നടന്നു എന്നുള്ള ഒരു പാരമ്പര്യമുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അന്നത്തെ കഥകളൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും വ്യക്തമായ ഉത്തരങ്ങൾ ഇന്നും കിട്ടിയിട്ടില്ല. ആരൊക്കെയായിരുന്നു ഇറ്റാലിയൻസ്, ഇതൊക്കെ ഇപ്പോഴും ദുരൂഹമാണ്. പക്ഷെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ആ കപ്പല് മുഴുവൻ, അത്രയും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ആ വിമാനവാഹിനി കപ്പലിനകത്ത് മുഴുവൻ യഥേഷ്ടം കറങ്ങി നടന്ന് സകല ഇൻഫോർമേഷൻസും ഇവർ അതിനകത്തുനിന്ന് ഫോട്ടോ എടുക്കാം. ഒരു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് കാലത്ത് ഇന്ത്യയില് വിമാനത്തിൽ നമ്മൾ പറക്കണ സമയത്ത് എയർബോൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിലേക്ക്, ഇന്ത്യയുടെ മേളിൽ ഗ്രൗണ്ടിലേക്ക് ഫോട്ടോ എടുക്കാൻ പോലും അനുവാദം ഇല്ലായിരുന്നു. ഇപ്പൊ ഈ സാറ്റലൈറ്റ് ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷമാണ് ഈ റെസ്ട്രിക്ഷൻസ് മാറിയത്. അപ്പൊ ഈ ഫോട്ടോഗ്രാഫിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുപോലും ചെയ്തിട്ടുള്ള ആൾക്കാർ 2008 രാഹുൽ ഗാന്ധി ചൈനയിൽ പോയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റോ മറ്റോ ആയിരുന്നു ഇദ്ദേഹം. അപ്പൊ ആ ചൈനയുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ പുറത്താണോ, അതിനുശേഷമുള്ള അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണോ ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്? കാരണം ഇത് ഇനി ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കും. ഇതിനകത്തെ പൊളിറ്റിക്കൽ ആംഗിൾ അല്ല ഞാൻ നോക്കുന്നത് രാജ്യസുരക്ഷ ആംഗിൾ മാത്രമാണ്. പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കുക, അത് എന്ത് വേണേ അവർ ചെയ്തോട്ടെ. പക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, പാകിസ്ഥാനോ ചൈനയ്ക്കോ അറിയാൻ ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമാണ്. അതിൽ ഏതൊക്കെ റഫാല് പോയിട്ടുണ്ടോ? കാരണം റഫാൽ എന്ന് പറഞ്ഞാൽ 4.5 ജനറേഷൻ വിമാനമാണ്, 4th ജനറേഷൻ വിമാനമല്ല. 4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു പരിധി വരെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റഡാർ ഇവേഷൻ കേപ്പബിലിറ്റീസ് ഉണ്ട്. അതാണ് അതിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ റഡാറിന് അതിനെ സ്പൂഫ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനമാണ്. ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ നഷ്ടപ്പെട്ടു? അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ട്, ശത്രുക്കളുടെ അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാനും നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പുറകിലെ ഉദ്ദേശം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വിട്ടിത്തരമാണ്. പക്ഷെ ഇത് വിട്ടിത്തരമാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അപ്പോഴാണ് ശ്രീ രഘുനാഥ് വലിയ ചോദ്യം ഉയരുന്നത്. ഈ രാഹുൽ എന്ന് പറയുന്നത് ആരുടെ നാവായി പ്രവർത്തിക്കുന്നു എന്ന വലിയ ചോദ്യം. അതിന് ചില കൃത്യമായ പശ്ചാത്തലം കൂടി അങ്ങ് വിവരിക്കുകയുണ്ടായി.